എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള പാട്ടുകളുണ്ട്. തബലയിലും ഹാർമോണിയത്തിലും വേറെ തന്നെ ബാക്കിങ്ങും ഒക്കെ വേണം, നിർബന്ധമുള്ള പാട്ടുകളാണ്. ഇപ്പോൾ ഈ ചുക്കേ ചുക്കേ എന്ന പാട്ട് ഇത് പ്രശ്നം എന്താ വെച്ചാൽ അത് ഭീകരമായി കമ്പോസ് ചെയ്യുന്ന സാധനമാണ്. അത് അദ്ദേഹം വേറൊരു മനുഷ്യനും പാടരുത് എന്ന് ആലോചിച്ചിട്ട് സത്യമായിട്ട് അത് നിങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ സാധാരണ വളരെ റെയറായിട്ടാണ് പാട്ട് പാടുന്നത്. എന്താ പ്രശ്നം വെച്ചാൽ ഈ താളം ഈ വേറെ ഒരു ലൈന് സാധനമാണ്. അത് തബല വളരെ പ്രയാസപ്പെട്ടാണ് അത് ചെയ്യേണ്ടി വരിക. പെട്ടിയിൽ മാത്രം ചിലപ്പോൾ പക്ഷേ ചുക്കേ ചുക്കേ രാത് ദിൻ ആസോ ബഹാനാ अब तक आशिकी का ज़माना है. അങ്ങനെ ഒരു ഇടങ്ങളുള്ള സാധനമാണ്. അപ്പോൾ അതിനകത്തുള്ള ഇടങ്ങളിലേക്ക് പിടിക്കാണ്ടിരിക്കുന്നതല്ലോ. चोरी चोरी हमसे तुम आकर मिले थे जिस जगह, चोरी चोरी हमसे तुम आकर मिले थे जिस जगह, मुद्दतें गुजरी पर अब तक वो ठिकाना याद है. मुद्दतें गुजरी पर अब तक वो ठिकाना याद है. हमको अब तक आशिकी का वो ज़माना याद है. चुपके चुपके रात दिन आंसू बहाना याद है. आंसू बहाना याद है. आंसू बहाना याद है. വളരെ മനോഹരമായിട്ട് പറയുന്നത് दोपहर की धूप में मेरे बुलाने के लिए നംഗേ പാവും ആന യാദ് ഹേ. കൊടും ചൂടിലേ നല്ല ഉച്ചയ്ക്ക് നീ വിളിച്ചപ്പോൾ പെട്ടെന്ന് ചെരുപ്പ് തൊടാൻ പറഞ്ഞിട്ട് നഗ്നപാതയായി വന്നത് ഓർമ്മയുണ്ട്. ഹംകോ അബ് തക് ആഷിഖി കാ വോ സമാന യാദ് ഹേ. എനിക്കിപ്പോഴും ആ പ്രണയത്തിൻ്റെ പഴയകാലം ഓർമ്മയുണ്ട്. മനോഹരമായിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ചും കരണ്ടൊന്നുമില്ലാത്ത ഒരു കുന്നിൻ്റെ ചെരുവിൽ ഈ അഫ്ഗാനികളും പാകിസ്ഥാനികളും കരണ്ടൊന്നുമില്ലാതെ കുന്നിൻ ചെരുവ് താമസിക്കുന്ന ആൾക്കാർക്ക് ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ രാത്രി വെളിച്ചം ഉണ്ടായതുകൊണ്ടും പകല് ധാരാളം ആൾക്കാരുണ്ടെന്നത് അറിയില്ല. രാത്രി നിലാവുണ്ടാകുമ്പോൾ മാത്രം രാത്രി കാണുന്ന സ്ഥലങ്ങളുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ഉള്ളതുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ വലിയ സംഭവമാണ്. ആ പഴയ ഓർമ്മകളും പുതിയതൊക്കെ അങ്ങനെയുള്ള പാട്ടുകളിലാണത്. ഉത്തരേന്ത്യയിൽ വരുന്ന പഴയ പാട്ടുകളുണ്ടല്ലോ, അത് രക്ഷയില്ലാത്ത പാട്ടുകളാണ്. ഏതാ വേറെന്താ